സങ്കീർത്തനത്തിൽ പാടി. 128-ാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദ് പാടി, ആ യഹോവ ഭക്തനായിരിക്കുന്നവൻ ഭാഗ്യവാൻ. ആരാണ് ഭാഗ്യവാൻ? യഹോവ ഭക്തൻ. ഹല്ലേലൂയ. ശലോം രാജാവിനെ കുറിച്ച് നമുക്കറിയാം അല്ലെ? ശലോമോൻ. ദൈവം ശലോമോന് ജ്ഞാനം കൊടുത്തു. തനിക്ക് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ശലോമോൻ പറഞ്ഞു, എനിക്ക് ജ്ഞാനം വേണം. ശലോമോന് തന്റെ ജീവിതത്തില് ജ്ഞാനമുണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു, പ്രതാപമുണ്ടായിരുന്നു, മാനമുണ്ടായിരുന്നു, സകലരാലും പ്രശസ്തി അർഹിച്ചവനും അല്ലെങ്കിൽ പ്രശസ്തി കേട്ടവനുമായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു. സഭാപ്രസംഗിയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, ഹല്ലേലൂയ, 11-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ വായിക്കുക, യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക, യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ, നിനക്കിഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ച വണ്ണവും നടന്നുകൊള്ളുക. എന്നാൽ ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്നറിയുക. ആകയാൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് വ്യസനമകറ്റി നിന്റെ ദേഹത്തിൽ നിന്ന് തിന്മ നീക്കിക്കളയുക. ബാല്യവും യൗവനവും മായത്രേ. എന്നിട്ട് 12-ാം അധ്യായം സഭാപ്രസംഗി അവസാനിപ്പിക്കുന്നത്, എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. ജ്ഞാനത്തിന്റെ പാരമ്യത്തിലെത്തിയ, പ്രശസ്തിയുടെ പാരമ്യത്തിലെത്തിയ, പ്രതാപത്തിന്റെ കൊടുമുടി ചൂടിയ ഒരു വലിയ രാജാവായിരുന്നു ശലോമോൻ. പക്ഷെ അവസാനം താൻ പറയുക, എല്ലാം മായ, വാനിറ്റി, വാനിറ്റി, എല്ലാം മായ. എൻ്റെ പ്രിയരെ, ഇന്ന് നമ്മളും ഇന്നീ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ ഏറിയാൽ 70 അല്ലെ 80 അല്ലെങ്കിൽ പോട്ടെ 100 അതുകൊണ്ട് തീരും. പക്ഷെ ദൈവം നമുക്ക് ഒരുക്കുന്ന നിത്യതയുണ്ടല്ലോ, അത് ഒരു നിത്യത, ഇറ്റേണിറ്റിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആ ഒരു ബോധ്യം ഉള്ളങ്ങളിൽ അനുഭവിച്ചവരാ മണ്ണേ പ്രതി മാണിക്യത്തെ ഞാന് ഉപേക്ഷിക്കില്ല, വെടിയില്ല എന്ന് പാടിയത്. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇന്ന് എന്നെ കേൾക്കുന്ന ഇവിടെ വന്നിരിക്കുന്നവരെല്ലാവരും ഈ ഒരു ഉറച്ച തീരുമാനം എടുത്തവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാങ്കില് ബാലൻസ് ഉണ്ട്, ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാനും ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുവാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവർ അത് ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. അതാ ജീവിതത്തിലുള്ള ഒരു കഷ്ടത. എൻ്റെ വീട് ദൈവനാമത്തിലുള്ള ഒരു കഷ്ടത. ഹല്ലേലൂയ. ദൈവം നമ്മളെ അതിനായിട്ട് ബലപ്പെടുത്തട്ടെ. നമുക്ക് റോമാലേഖനത്തിലേക്ക് വരാം. ക്രിസ്തുയേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ അഭിഷന്മാരെ, അമ്മച്ചിമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയ മക്കളെ, നാം തുടർച്ചയായിട്ട് റോമാലേഖനത്തിൽ നിന്ന് ചിന്തിച്ചു വരികയാണല്ലോ. ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് 7 അധ്യായങ്ങൾ വരെ അവസാനിപ്പിക്കുവാനും നമ്മൾ ഇന്ന് ദൈവം വെച്ചാൽ 8-ാം അധ്യായത്തിലേക്ക് കടന്ന് അതിന്റെ ആദ്യ വാക്യങ്ങൾ ചിന്തിച്ച് വചനത്താലുള്ള ബലം പ്രാപിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അതിന് ഒരു മുഖവുരയായിട്ട് കൊറിന്ത്യ ലേഖനം, 2 കൊറിന്ത്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം ഒരാൾക്ക് ഉറക്കെ വായിക്കാം. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്.
പ്രൈസ് ദി ലോർഡ്. കർത്താവ് ആത്മാവാകുന്നു. കർത്താവ് ന്യായപ്രമാണമല്ല, കർത്താവ് ജഡത്തിൽ വന്നു. പക്ഷേ അപ്പോസ്തലൻ ഇവിടെ പറയുക ജഡമല്ല, കർത്താവ് ആത്മാവാകുന്നു. ഈ ആത്മാവുള്ളിടത്ത് ആ സ്വാതന്ത്ര്യമുണ്ട്. 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യമാണ്. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അല്പം വിശദമായിട്ട് ഈ ലേഖന അടിസ്ഥാനത്തിൽ, റോമാലേഖന 9-ാം അധ്യായത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഏകദേശം 39 വാക്യങ്ങളുള്ള 8-ാമത്തെ അധ്യായം. ഹല്ലേലൂയ. ഈ 8-ാമത്തെ അധ്യായത്തില് 19 അല്ലെങ്കിൽ 20 പ്രാവശ്യമെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിടത്ത് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. കാരണം ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒന്നാമത് സ്വാതന്ത്ര്യം നൽകുന്ന പരിശുദ്ധാത്മാവാണ്. എന്തിനുള്ള സ്വാതന്ത്ര്യം? ഈ പരിശുദ്ധാത്മാവ് നമുക്ക് ഇറ്റ് ഗീവ്സ് എ ഫ്രീഡം ടു ലിവ് എ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്. ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാനായിട്ടുള്ള സ്വാതന്ത്ര്യം. ഹല്ലേലൂയ. എങ്ങനെയാ, എന്തിന്റെ മേൽ ജയിച്ചുകൊണ്ടാണ് ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നാം നടത്തുന്നത്? പാപത്തിന്റെ മേൽ, പാപ സാഹചര്യത്തിന്റെ മേൽ. എന്റെ പ്രിയരെ, എത്ര ധനമുണ്ടെങ്കിലും പാപത്തെ ജയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ മനുഷ്യന്റെ കണ്ണിൽ നീ ഒരു സക്സസ്ഫുൾ വിക്ടോറിയസ് ക്രിസ്ത്യൻ ആയിരിക്കാം. പക്ഷെ കർത്താവ് പറയുക നോ, നോ. അതല്ലേ ധനികനായ യുവപ്രമാണിയോട് കർത്താവ് പറഞ്ഞത്? നിനക്ക് ഞാൻ അത് എല്ലാം ചെയ്യുന്നു, പക്ഷെ കർത്താവിന്റെ കണ്ണുകൊണ്ട് നോക്കിയപ്പോൾ അവനൊരു കുറവുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് പാപത്തെയും പാപ സാഹചര്യങ്ങളെയും ജയിച്ചുള്ള ജീവിതം, അതാണ് സക്സസ്ഫുൾ ക്രിസ്ത്യൻ ലൈഫ്. ഹല്ലേലൂയ. 6-ാം അധ്യായം അതിന്റെ 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 6-ന്റെ 22 നമ്മൾ എങ്ങനെയാ വായിക്കുന്നതെന്നറിയാവോ? എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കുകയാണ്. എന്റെ പ്രിയരെ, രക്ഷിക്കപ്പെട്ടു വർഷങ്ങൾ കഴിഞ്ഞിട്ടും കഷ്ടിപുഷ്ടി ഏന്തി വലിഞ്ഞ് ഒരു വിധമൊക്കെ പാപത്തെ ജയിക്കാനേ സാധിക്കുന്നുള്ളൂ എങ്കിൽ നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പ്രാപിച്ചുള്ള ഒരു ക്രിസ്ത്യൻ ലൈഫാണ് ദൈവം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. ഒരു 100 പാപ സാഹചര്യം വന്നു, ഏന്തി വലിഞ്ഞൊക്കെ ഒരു 10 എണ്ണത്തെ ജയിച്ചു, 90 തോറ്റു, അങ്ങനെയല്ല. കാരണം നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഈ സ്വാതന്ത്ര്യം നമുക്ക് തന്നിരിക്കുക. പാപത്തിൽ, അതല്ല ഞാൻ വായിച്ചത്, ഇപ്പോൾ, എന്നാൽ ഇപ്പോൾ, എപ്പോൾ രക്ഷിക്കപ്പെട്ട് ദൈവമകൻ ആയതിനു ശേഷം പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു. പണ്ട് നാം ശ്രമിച്ചാലും നടക്കത്തില്ലായിരുന്നു. കാരണം അതായിരുന്നു എൻ്റെ മേൽ കർത്തൃത്വം ചെയ്തിരുന്നത്. ഞാൻ പാപത്തിന്റെ ദാസനായിരുന്നു. പക്ഷെ ഇന്ന് കാൽവരി മരണത്താൽ കർത്താവിനെ ഞാൻ രക്ഷകനും നാഥനുമായി ഏറ്റുപറഞ്ഞപ്പോൾ കർത്താവ് ആ നമ്മളതൊക്കെ പഠിച്ചതാണ്, അടിമത്തത്തിൽ നിന്ന് ക്രിസ്തുവേശുവിലുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് എന്നെ കൊണ്ടുവന്നിരിക്കുക. അല്ലാതെ ഇപ്പോഴും എങ്ങനെയെങ്കിലൊക്കെ ഏന്തി വലിഞ്ഞ് ഒരു പാപ സാഹചര്യത്തെ ജയിക്കുന്ന ക്രിസ്ത്യൻ ലൈഫ് അല്ല നമുക്ക് വേണ്ടത്. ഹല്ലേലൂയ.
ഇവിടെ നമ്മൾ ഈ എട്ടാമത്തെ അധ്യായം പഠിക്കുമ്പോൾ അങ്ങനെയെങ്കിൽ ഒരു നല്ല പദമാണ് സ്വാതന്ത്ര്യം. ഇത് ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്വാതന്ത്ര്യം, എന്തിൽ നിന്നൊക്കെ സ്വാതന്ത്ര്യമാണ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്? ഏകദേശം നമുക്കൊരു 4 കൂട്ടങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം എട്ടാം അധ്യായത്തിൽ നിങ്ങൾക്ക് ആ നിലയിലും ഈ അധ്യായം വേണമെങ്കിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒന്നാമത് അതിന്റെ 1-ാം വാക്യത്തിൽ പറയുക, 8:1, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഫ്രീഡം ഫ്രം ജഡ്ജ്മെന്റ്. എന്നെ കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ ഒരു സ്വാതന്ത്ര്യം പ്രാപിച്ചവരായെന്ന് എന്ന് ഞാൻ കരുതുന്നു. ഹല്ലേലൂയ. ഫ്രീഡം ഫ്രം ജഡ്ജ്മെന്റ്. ഈ ഫ്രീഡം ഫ്രം ജഡ്ജ്മെന്റ് ആർക്കാ? അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് അവർക്കൊരു ശിക്ഷാവിധിയുമില്ല. അതാണ് ഒന്നാമത്തെ സ്വാതന്ത്ര്യം. ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളങ്ങളിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് തരുന്ന ഒന്നാമത്തെ സ്വാതന്ത്ര്യമാ ന്യായവിധിയിൽ നിന്നുള്ള. ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. രണ്ടാമത് അതിന്റെ 8-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിലാണ് കിടക്കുന്നത്. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരനാകുന്നു. ഫ്രീഡം ഫ്രം ഡിഫീറ്റ്. എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പരാജയ ഭീതി ഉണ്ടാവുന്നത് പ്രിയരെ? ഹല്ലേലൂയ. നമ്മൾ എന്തിനെങ്കിലും കടക്കാരാണെങ്കിൽ, വി ആർ എ ഡെപ്റ്റ് ടു സംതിങ്, നമുക്കൊരു പരാജയ ഭീതി ഉണ്ടാവും. ഇഫ് ഐ എം ഒബ്ലിഗേറ്റഡ് ടു ഫ്ലഷ്, നമ്മൾ ഒബ്ലിഗേറ്റഡ് ആയിരുന്നു ഒരിക്കൽ, പക്ഷെ ഇപ്പോൾ ഒബ്ലിഗേറ്റഡ് അല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, അതുകൊണ്ട് തോറ്റുപോകുമെന്നുള്ള ഭയം വേണ്ട. അതിനുള്ള റിസോഴ്സ് ആയിട്ട് നമ്മുടെ ഉള്ളങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധമാണ്. ഫ്രീഡം ഫ്രം ഡിഫീറ്റ്. പരാജയ ഭീതിയിൽ നിന്ന് നമുക്കൊരു സ്വാതന്ത്ര്യം ലഭിച്ചു. ഹല്ലേലൂയ. മൂന്നാമത് 18-ാമത്തെ വാക്യം നോക്കുമ്പോൾ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഫ്രീഡം ഫ്രം ഡിസ്കറേജ്മെന്റ്. ഹല്ലേലൂയ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപ്പോസ്തലൻ പറയുക, നമുക്ക് ഫ്രീഡം ഫ്രം ഡിസ്കറേജ്മെന്റ്. നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകള്, ബുദ്ധിമുട്ടുകള്, പ്രയാസങ്ങള്, സങ്കടങ്ങള്, മറ്റു സിറ്റുവേഷൻസ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ഭാര്യ, ഭർത്തൃ, അപ്പൻ, മക്കൾ, സഹോദരങ്ങൾ, കൂട്ടു സഹോദരങ്ങൾ, സഭയിലെ ആൾക്കാർ, അങ്ങനെ പല വിധത്തിലും പല സ്ഥലത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടത ഉണ്ടാകുമ്പോൾ അപ്പോസ്തലൻ പറയുക, ഇത് ഏറിയാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 70-80, മാക്സിമം പിടിച്ചോട്ടെ 100, അതിനപ്പുറത്തോട്ടില്ല. ഹല്ലേലൂയ. അതാ പറയുന്നത്, നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ. അത് ആർക്കാ ഉള്ളത്? ആർക്കാ ഈ തേജസ്സിനെ കുറിച്ച് വിചാരിക്കാൻ പറ്റുന്നത്? ദൈവമക്കൾക്ക്. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വെളിപ്പെടുവാനുള്ള തേജസ്സിലേക്ക് ഞാൻ നോക്കുമ്പോൾ ഈ കാലത്തെ കഷ്ടങ്ങൾ, ഈ കാലത്തിലെ കഷ്ടങ്ങളൊന്നും സാരമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ കഷ്ടതയുടെ മുഖത്ത് നമുക്ക് അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ? എനിക്കറിയാം, നമ്മുടെ ഗ്രാഫ് എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺ ആയിരിക്കും. ഹല്ലേലൂയ. പക്ഷെ എനിക്ക് വേണ്ടി ദൈവം ഒരു നിത്യത ഒരുക്കിയിട്ടുണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ഇപ്പൊ എനിക്ക് തോന്നില്ല എക്കണോമിക്കലായിട്ട് ഒത്തിരി ബാക്കപ്പ് ആയിട്ടുള്ള ആൾക്കാർ ആണ് മിക്കവരും. എക്കണോമിക്കലി അവര് ഇതാണ്. പക്ഷെ പണം കയ്യിലുണ്ട്. മറ്റുള്ളവർ എൻജോയ് ചെയ്യുന്നത് പോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ പറ്റുന്നില്ല. അതൊരു കഷ്ടതയാണ് എൻ്റെ പ്രിയരെ. ഹല്ലേലൂയ. എനിക്കും അതിനുള്ള സ്വാതന്ത്ര്യം. പക്ഷെ ഞാൻ ക്രിസ്തു യേശുവിനാൽ അതിനെ അടക്കി. കാരണം എനിക്ക് വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഒന്നുമില്ല. ഹല്ലേലൂയ. അതിനാദ്യം നമ്മളിൽ ഉണ്ടാകേണ്ട അതുകൊണ്ടാ ദൈവദാസന്മാരോട് എപ്പോഴും ഉള്ള ഒരു ആഹ്വാനമാണ്, നമ്മൾ എപ്പോഴും ആ പ്രത്യാശ ആ ജനങ്ങളുടെ ഉള്ളങ്ങളിൽ കൊടുക്കേണ്ടത്. ഈ പ്രത്യാശയിൽ, വെളിപ്പെടുവാനുള്ള തേജസ്സിനെ കുറിച്ചുള്ള പ്രത്യാശയിൽ നമ്മുടെ ഉള്ളങ്ങൾ ബലപ്പെട്ട് കഴിയുമ്പോൾ അവര് നമ്മുടെ ഒരു പ്രസൻസും, നമ്മുടെ ഒരു വാക്കും, നമ്മുടെ ഒരു സാന്ത്വനം ഇല്ലാതെ തന്നെ അവരുടെ ഉള്ളങ്ങളിൽ ജീവൻ ഉണ്ടാവും. അവരുടെ ഉള്ളങ്ങളിൽ അവർക്ക് ആശ്വാസം ലഭിക്കും. കാരണം അവരുടെ ഉള്ളങ്ങളിലെ പ്രത്യാശയെ നമ്മൾ വളർത്തിയാൽ മതി.
അവർ തന്നെ അതിനെ ജയിച്ചോളും. അവർക്ക് തന്നെ അതിനുള്ള ബലം കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് വെളിപ്പെടുവാനുള്ള ഫ്രീഡം ഫ്രം ഡിസ്കറേജ്മെന്റ്. എന്നിട്ട് നാലാമത് അതിന്റെ 39-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ, ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഫ്രീഡം ഫ്രം ഫിയർ, ഭയത്തിൽ നിന്ന്. കാരണം എന്റെ പ്രിയരെ, ഞാൻ പിടിച്ചിരിക്കുകയല്ല, എന്നെ പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഭയം വേണ്ട. ആർക്കും പറ്റത്തില്ല ആ പിടിപിടിക്കാൻ. ഹല്ലേലൂയ. ഞാൻ അടച്ചാൽ ആർക്കും തുറക്കാനും പറ്റില്ല, ഞാൻ തുറന്നാൽ ഒരു വ്യക്തിക്കും അടയ്ക്കാനും പറ്റില്ല. ഹല്ലേലൂയ. അത് അവിടുത്തെ വാഗ്ദത്തമാ, അത് അവിടുത്തെ വിശ്വസ്തതയാ, അത് അവിടുത്തെ പ്രോമിസാ എന്റെ പ്രിയരെ. ഹല്ലേലൂയ. ആ സ്നേഹത്തിന്റെ ഉള്ളിലാട്ടോ. അതുകൊണ്ടാ നമ്മളൊക്കെ ഇപ്പോഴും ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നു നിൽക്കുന്നത്. അവിടുത്തെ സ്നേഹം നമ്മളെ വിടാതെ പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ്. എന്റെ പ്രിയരെ, ഇങ്ങനെ 4 വിധത്തിലുള്ള സ്വാതന്ത്ര്യത്തെ നമുക്ക് ഈ അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കും. റോമാലേഖനം 8-ാം അധ്യായം ആരംഭിക്കുന്നത് എങ്ങനെയാ? അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. എന്നിട്ട് അവസാനിക്കുന്നതോ ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആർ എന്നെ വേർപെടുത്തും? See, the epistle of Romans chapter 8 begins with no condemnation and ends with no separation. Hallelujah. No condemnation and no separation. Hallelujah. ശിക്ഷാവിധിയാ സെപ്പറേഷൻ കൊണ്ടുവരുന്നത്. ക്രിസ്തുയേശുവിലാണെങ്കിൽ ശിക്ഷാവിധി ഇല്ല. അങ്ങനെയെങ്കിൽ ഈ സ്നേഹത്തിൽ നിന്ന്, ഈ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ഒരു സെപ്പറേഷൻ ഇല്ല. എൻ്റെ പ്രിയരെ, ക്രിസ്തുവേശുവിലല്ലാത്തവർ മരിക്കുമ്പോൾ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മാറിപ്പോവുകയാണ്. അതാണല്ലോ ശരിക്കും നരകം. ദൈവമില്ലാത്തൊരവസ്ഥ, ദൈവത്തിന്റെ സാന്നിധ്യമില്ലാത്തൊരവസ്ഥ. എന്നാൽ ദൈവത്തിൽ, ക്രിസ്തുവേശുവിൽ മരിക്കുന്നവർ, അവർ ആ സാന്നിധ്യത്തിൽ, കർത്താവിന്റെ സാന്നിധ്യത്തിൽ കണ്ടിന്യൂ ചെയ്യുക ചെയ്തു. അവിടുത്തെ പ്രോമിസാ എൻ്റെ പ്രിയരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഈ ഈ ചാപ്റ്റർ പഠിക്കുവാനായിട്ട് നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന മാർഗം, ഇതിന്റെ ഈ ചാപ്റ്ററിന് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡിവിഷൻ ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ സ്വാതന്ത്ര്യം, 4 സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് അങ്ങനെയും നമുക്ക് പഠിക്കാൻ സാധിക്കും. ഫ്രീഡം ഫ്രം ജഡ്ജ്മെന്റ്, ഫ്രീഡം ഫ്രം ഡിസ്കറേജ്മെന്റ്, ഫ്രീഡം ഫ്രം ഡിഫീറ്റ്, ഫ്രീഡം ഫ്രം ഫിയർ. അങ്ങനെ അത് പഠിക്കാൻ സാധിക്കും. പക്ഷെ നമ്മൾ ഈ ചാപ്റ്റർ നമ്മൾ വായിക്കുമ്പോൾ ഇതിന് നാച്ചുറൽ ആയിട്ട്, സ്വാഭാവികമായിട്ടൊരു ഡിവിഷൻ ഉണ്ട്. അത് ആദ്യത്തെ 8-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 17 വാക്യങ്ങളില അതിന്റെ 1-ാമത്തെ അവിടെയാ പരിശുദ്ധാത്മാവിന്റെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ശുശ്രൂഷകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ക്രിയകൾ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സ്വതന്ത്രമാക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു, നമ്മളെ വിശുദ്ധീകരിക്കുന്നു, നമ്മളെ നടത്തുന്നു, നമ്മളെ പോറ്റുന്നു, നമ്മുടെ ആത്മാവോട് ചേർന്ന് സാക്ഷ്യം പറയുന്നു, നമ്മെ ഉയർപ്പിക്കുന്നു, നമ്മുടെ മർത്യ ശരീരത്തെ ഉയർപ്പിക്കുന്നു. ഒരുപാട് ശുശ്രൂഷകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതാണ് ഈ 17 വാക്യങ്ങളിൽ, ആദ്യത്തെ 17 വാക്യങ്ങളിൽ വിവരിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദ മിനിസ്ട്രീസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, അതാണ് ഫസ്റ്റ് 17 വേഴ്സസിൽ കാണുന്നത്. ഹല്ലേലൂയ. തുടർന്ന് 18 വാക്യം മുതൽ 27-ാമത്തെ വാക്യം വരെ ദൈവമക്കൾക്ക് വരാനിരിക്കുന്ന വാസ്തവമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളുടെ ലിബറേഷൻ, ദൈവമക്കളുടെ വരാനിരിക്കുന്ന പ്രത്യാശ, വരാനിരിക്കുന്ന തേജസ്, ഇതിനെക്കുറിച്ചാണ് 18 to 27 പറഞ്ഞിരിക്കുന്നത്. 18 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. തുടർന്ന് 28 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ സ്റ്റെഡ്ഫാസ്റ്റ്നെസ് ഓഫ് ഗോഡ്സ് ലവ്, മാറാത്ത, മായാത്ത, മറയാത്ത ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചാണ്
28 വാക്യം മുതൽ 39 വാക്യം വരെയുള്ള ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് സ്റ്റെഡ്ഫാസ്റ്റ്നെസ് ഓഫ് ഗാഡ്സ് ലവ്, ദൈവത്തിന്റെ സ്നേഹം, ദൈവസ്നേഹത്തെക്കുറിച്ച്, മാറാത്ത ദൈവസ്നേഹത്തെക്കുറിച്ചാണ് ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ആദ്യത്തെ അതിന്റെ 2-3 വാക്യങ്ങൾ മാത്രമേ ഇന്ന് ചിന്തിക്കുവാനായിട്ട് നമ്മുടെ മുന്നിൽ സമയമുള്ളൂ. കാരണം ഓൾറെഡി ഹാഫ് ടൈം കഴിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് ശബ്ദമുയർത്തി ഒന്ന് വായിക്കാം. ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് ഒന്ന് വായിച്ചോട്ടെ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെ അല്ല, ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, മതി. ഹല്ലേലൂയ, താങ്ക് യു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. എന്തുകൊണ്ടാ ആ വാക്യങ്ങൾ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണല്ലേ? എന്തുകൊണ്ടാ ശിക്ഷാവിധി ഇല്ലാത്തത്? ഹി ടുക്ക് മൈ ജഡ്ജ്മെന്റ്. ന്യായപ്രമാണത്താൽ എനിക്ക് വരാമായിരുന്ന ശിക്ഷകളെ കർത്താവ് ക്രൂശിൽ ഏറ്റെടുത്തു. എന്റെ ശിക്ഷകളെ യേശു കർത്താവ് ഏറ്റെടുത്തു. എൻ്റെ ജീവിതത്തില് എനിക്ക് വീഴ്ചകൾ വരാം, തെറ്റുകൾ വരാം, പാപം വരാം. എന്നാൽ അതെല്ലാം കർത്താവ് കാൽവരിയിൽ നമുക്ക് പകരമായി സ്വീകരിച്ചു, ഏറ്റെടുത്തു. ഹല്ലേലൂയ. അത് മാത്രമല്ല കേട്ടോ, പലരും അത് മാത്രം പറഞ്ഞവിടെ നിർത്തുക. എന്തുകൊണ്ട് അതുകൊണ്ട് ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. 1, കർത്താവിന്റെ ശിക്ഷ ഏറ്റെടുത്തു. 2, എന്റെ ഉള്ളിൽ പുതിയൊരു പ്രമാണം വന്നു. അത് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തെ അതിജീവിച്ച് ജീവൻ തരുന്ന ഒരു പ്രമാണം. എൻ്റെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നു. എൻ്റെ പ്രിയ, ഇത് രണ്ടും നമ്മൾ അല്പം ഒന്ന് പ്രാധാന്യത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് കാൽവരിയിൽ എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി തീർന്നു, എന്നെ നീതീകരിച്ചു. കാൽവരി രക്തത്തിലൂടെ എന്നെ നീതീകരിച്ചു. എന്നിലെ നീതീകരണം, എന്റെ ശിക്ഷകളെ മാറ്റി എന്നിലെ നീതീകരണം, രക്ഷയെന്ന ജീവൻ എന്നിൽ കൊണ്ടുവന്നത് കർത്താവിന്റെ കാൽവരി മരണമാണ്. അതിലൂടെ എനിക്ക് മറ്റൊരു കാര്യം കൂടെ കിട്ടി. എൻ്റെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നു, പുതിയൊരു പ്രമാണം വന്നു. ഹല്ലേലൂയ. ഈ പ്രമാണം എൻ്റെ ഉള്ളിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായിട്ട് എൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാ എനിക്ക് ലഭിച്ച രക്ഷയിൽ ജീവിക്കാനായിട്ട് സാധിക്കുന്നത്. രണ്ടും ഇമ്പോർട്ടൻ്റാ. ഹല്ലേലൂയ. 3-ാം വാക്യം നോക്കിക്കേ. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ സാധിക്കുവാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചല്ലോ, ന്യായപ്രമാണം വിശുദ്ധം, നല്ലത്, ന്യായമുള്ളത്. വിശുദ്ധനായ നല്ലവനായ ന്യായവാനായ ദൈവം തന്ന ന്യായപ്രമാണം ന്യായം, വിശുദ്ധം തന്നെ. പക്ഷെ ഞാനോ ജഡമയൻ. എനിക്കത് ദൈവത്തിന്റെ വിശുദ്ധിയുള്ള ന്യായപ്രമാണത്തെ പൂർത്തീകരിക്കാൻ പറ്റാതിരുന്ന ഒരു അവസരത്തിലാ കർത്താവ് എന്റെ പാപജഡ സാദൃശ്യത്തിലും എന്റെ പാപം നിമിത്തവും എനിക്ക് പകരം കാൽവരിയിൽ യാഗമാകാനായിട്ട് ഭൂമിയിലേക്ക് വന്നത്. ഹല്ലേലൂയ. ഇതാ എന്റെ ശിക്ഷയെ ആദ്യം എടുത്തു മാറ്റിക്കളഞ്ഞതിന്റെ കാരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയരെ, ന്യായപ്രമാണത്താൽ എന്തൊക്കെ ശിക്ഷ എനിക്ക് വരാമായിരുന്നോ അതെല്ലാം കർത്താവ് നീക്കിയിട്ട് ഈ ന്യായപ്രമാണത്താൽ എനിക്ക് ലഭിക്കാവുന്ന എല്ലാ നീതിയും കാൽവരിയിൽ എനിക്ക്
തന്നു കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ ന്യായപ്രമാണത്തിന്റെ നീതി എന്നിൽ പ്രവർത്തിച്ചു, അല്ലെങ്കിൽ എന്നിൽ നിവർത്തിച്ചു എന്ന് പറയുന്നു. ഹല്ലേലൂയ. എനിക്ക് ജീവൻ തന്നു, തന്റെ പുത്രനെ അയച്ച്, എന്നിട്ട് തന്റെ പരിശുദ്ധാത്മാവിനെ എന്റെ ഉള്ളിലാക്കി നമ്മെ വിശുദ്ധിയോടെ വേർപാടോടെ ജീവിപ്പാൻ എന്നെ പ്രാപ്തനാക്കി. ഞാൻ ഇത് എടുത്തു പറയുന്നതിന്റെ കാരണം, ഈ ഭാഗം പഠിച്ചപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും റോമാലേഖനം പഠിക്കുമ്പോൾ നമുക്ക് പുതിയ ആ മേഖലകളിലേക്ക്, വെളിപ്പാടുകളുടെ ആ മേഖലകളിലേക്ക് ദൈവം കൊണ്ടുപോകും. എന്റെ പ്രിയരെ, ഈ ഭാഗം ഞാൻ വായിച്ചത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഈ ഭാഗം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഈ നീതീകരണം പോലെ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് വിശുദ്ധീകരണവും. നിങ്ങൾ ആ വാക്യങ്ങളൊന്ന് നോക്കിക്കേ. 3-ാമത്തെ വാക്യത്തിൽ എന്റെ ശിക്ഷാവിധി മാറി. കാരണം 3-ാമത്തെ വാക്യത്തിൽ തന്റെ പുത്രനെ അയച്ച് പാപം നിമിത്തവും പാപജഡ സാദൃശ്യത്തിലും തന്റെ പുത്രനെ അയച്ച് എന്റെ പാപത്തിന്റെ ശിക്ഷയെ ഏറ്റുവാങ്ങി എന്നെ നീതിമാനാക്കി, പാപരഹിതനാക്കി. അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഇനി ഒരു ശിക്ഷാവിധിയുമില്ല. ഹല്ലേലൂയ. 4-ാമത്തെ വാക്യം നോക്കിക്കേ. ഇത് നിങ്ങൾ ആ 4-ാമത്തെ വാക്യം നോക്കി. ജഡത്തെ അല്ല ആത്മാവിനെ എത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ. നീതി എന്നെ നീതീകരിച്ചു, എന്നിട്ട് എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്ലേസ് ചെയ്തു. എന്തിനാ? ഈ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ, ഈ ആത്മാവിന്റെ ഡിക്റ്റേഷൻ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നാം നടക്കുമ്പോൾ, ഈ ന്യായപ്രമാണത്തിന്റെ നീതി എന്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവവേദ്യമാവുത്തീരും പ്രിയരേ. അതാ വിശുദ്ധീകരണം. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, നമ്മുടെ കർത്താവിനെ ഈ ഭൂമിയിലേക്ക് ദൈവം അയക്കുമ്പോ, കർത്താവ് ഭൂമിയിലേക്ക് വരുമ്പോ കേവലം ഇവിടെ ഇരിക്കുന്ന നമ്മളെ ഓരോരുത്തരും എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് വിശ്വസിപ്പിച്ച് രക്ഷിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സിംഗിൾ അജണ്ട ആയിട്ടല്ല വന്നത്. നാം മനസ്സിലാക്കണം. ദൈവം നമ്മളെ കുറിച്ച് തന്റെ പുത്രനെ പോലെ, ക്രിസ്തുവിന് തലയായിരിക്കുന്ന, അല്ലെ, തലയായവനിൽ നിന്നല്ലോ സന്ധികളിലും ഒക്കെ നമ്മൾ ബലം പ്രാപിച്ച് ആ റിലേഷൻഷിപ്പ് നമ്മൾ കീപ്പ് ചെയ്ത് അവനെ പോലെ ആകാര ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളത് മനസ്സിലാക്കണേ. ഹല്ലേലൂയ. അത് ഞാൻ പറഞ്ഞത്, നീതീകരണം പോലെ തന്നെ പ്രാധാന്യമുള്ളത് വിശുദ്ധീകരണം. ഇന്ന് പല സഭകളിലും വിശുദ്ധീകരണത്തെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നീതീകരണം എന്നുള്ളത് ഒരു പ്രൊക്ലമേഷൻ മാത്രമാ. ദൈവം ഗോഡ് പ്രൊക്ലെയിംഡ്. ഞാന് കർത്താവിൽ വിശ്വസിച്ചപ്പോൾ, ഗോഡ് പ്രൊക്ലെയിം ക്രൈസ്റ്റ്, ഞാൻ കർത്താവിൽ വിശ്വസിച്ചപ്പോൾ ബൈജു ഈസ് ജസ്റ്റിഫൈഡ്, അല്ല നീതീകരിക്കപ്പെട്ടു, സേവ്ഡ്, റിഡീംഡ്. ആ ഒരു പ്രൊക്ലമേഷൻ മാത്രമേ നടന്നിട്ടുള്ളൂ. അതെന്റെ ജീവിത അനുഭവമാകണമെങ്കിൽ വിശുദ്ധീകരണം എന്ന പ്രക്രിയ എന്റെ ആ പ്രക്രിയയിലൂടെ നാം കടന്നു പോകണം പ്രിയരെ. ഈ രക്ഷിക്കപ്പെട്ടു, ഇനി എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ച് ഞാൻ അങ്ങോട്ട് പോകാനായിട്ട് ഇരിക്കുന്ന അങ്ങനെയല്ല. അത് അങ്ങനെയൊക്കെ എവിടേക്കോ അങ്ങനെ നമ്മുടെ പഠിപ്പീരുകളിൽ അപജയം പറ്റിയിരുന്നു. നിങ്ങൾ ഈ ഭാഗം ഒന്ന് വായിച്ചു നോക്കിയിട്ട് 3-4 വാക്യം ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നില്ലേ? 4-ാമത്തെ വാക്യത്തെ ജഡത്തെ അല്ല ഇനി ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നൊരു ശരാശരി ക്രിസ്ത്യാനിയുടെ, ഈ രക്ഷിക്കപ്പെട്ടു വീണ്ടെടുക്കപ്പെട്ടു എന്ന് പറയുന്ന ശരാശരി ക്രിസ്ത്യാനിയുടെ ചിന്ത, കർത്താവ് ക്രൂശിൽ മരിച്ചത് എനിക്ക് ഇവിടെ എന്തൊക്കെയോ കിട്ടാൻ വേണ്ടിയിട്ടാ,
ഹല്ലേലൂയ. എന്തൊക്കെയോ കിട്ടാൻ വേണ്ടിയിട്ടാ, അല്ലെ എനിക്ക് സമ്പത്തുണ്ടാ, വീട് തരാൻ, അങ്ങനെയൊക്കെയാ ശരാശരി ആ, ഒരു ക്രിസ്ത്യാനിയുടെ ഒരു ചിന്ത. അതൊന്നും അല്ല എൻ്റെ പ്രിയരെ. ആസ് എ ബിഗ് ബ്രദർ എനിക്ക് ആവശ്യമുള്ളപ്പോൾ ചെന്ന് കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ച് അത് വാങ്ങിച്ചു കഴിയുമ്പോഴോ, ഹല്ലേലൂയ, ദൈവം എന്നെ മാനിച്ചു, എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നു. അത് കഴിഞ്ഞ് ദൈവം ദൈവം ഔട്ടായി. പിന്നെ ഞാനാണ് അവിടെ, എന്നെ പ്ലേസ് ചെയ്തു. ഹല്ലേലൂയ. നമ്മളെപ്പോഴും ഓർത്തോണം എൻ്റെ പ്രിയരെ, ആ, അതെ, എന്റെ സഹോദരൻ ശവക്കുഴി കാണാതെ വണ്ണം എനിക്ക് മറുവില കൊടുപ്പാനായിട്ട് ആരും ഇല്ലാതിരുന്ന സമയത്ത് മറുവിലയായിട്ടാ കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. നീതിമാനായ ദൈവം എന്നെ നീതീകരിപ്പാൻ പാപ സാദൃശ്യത്തിൽ, പാപജട സാദൃശ്യത്തിൽ ഈ ഭൂമിയിലേക്ക് വന്ന് പാപമില്ലാത്തവൻ പാപിയാക്കപ്പെട്ട അവൻ ക്രൂശിൽ മരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാക്കിയുള്ളതൊക്കെ തരാൻ കർത്താവ് ഭൂമിയിൽ വരേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു കേട്ടോ. ഞാനിപ്പോ സോളമന്റെ കാര്യം പറഞ്ഞില്ലേ, കർത്താവിന്റെ ആ ഒന്നാമത് നമ്മുടെ പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു, നമ്മെ നീതീകരിച്ചു. രണ്ടാമത്തെ കാര്യമാ അതിന്റെ 4-ാം വാക്യത്തിൽ ഞാൻ വായിച്ചത്. ഇനി മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, എന്റെ പ്രിയരെ, നീതീകരണവും വിശുദ്ധീകരണവും തേജസ്കരണത്തിന്റെ അടിസ്ഥാന ആ പടികളായിട്ടാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് മറ്റൊരു അഭിപ്രായമുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. നീതീകരണവും വിശുദ്ധീകരണവും തേജസ്കരണത്തിന്റെ അടിസ്ഥാന പടികളാണ്. അതുകൊണ്ടാണ് ഈ വിശുദ്ധീകരണത്തെ കുറിച്ച് അപ്പസ്തോലന്മാര് തന്റെ ലേഖനങ്ങളില് വാതോരാതെ പ്രസംഗിച്ചു കൊണ്ടിരുന്നത്, പ്രബോധിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് നീ വിശുദ്ധീകരണം ഇത്ര പ്രാധാന്യത്തോടെ വചനം പഠിപ്പിക്കുന്നത്. പ്രിയരെ, തന്റെ പുത്രനെ എന്റെ നീതീകരണത്തിനായി ഭൂമിയിലേക്ക് അയച്ചെങ്കിൽ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ എന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി എന്റെ ഉള്ളങ്ങളിലാക്കിയിരിക്കുക. ഈ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഈ 17 വാക്യങ്ങളില് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച്, ആത്മാവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. 16-ാം വാക്യം ഒഴിച്ച്. ഹല്ലേലൂയ. 16-ാം വാക്യത്തിന് പ്രകാരമാണ് നാം ദൈവത്തിന്റെ മക്കൾ എന്ന ആത്മാവ് ദാനം നമ്മുടെ ആത്മാവോടുകൂടി സാക്ഷ്യം പറയും. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, അത് ഞാൻ പറയാൻ കാരണം, ഈ വിശുദ്ധീകരണം എന്നുള്ളത് ഒരു ഓപ്ഷണൽ എക്സ്ട്രാ അല്ല. വേണമെങ്കിൽ ആകട്ടെ, അങ്ങനെയല്ല. ഞാൻ നീതീകരിക്കപ്പെട്ടു, ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ല, എങ്ങനെയെങ്കിലും കഷ്ടിപുഷ്ടി വല്ലോടത്തൊക്കെ ഒരു പാവത്തേക്ക് ജയിച്ച്, സാഹചര്യമൊക്കെ ഒത്തുവന്നാൽ ഒന്ന് ജയിച്ച്, പിന്നെ ഈ റെഗുലറായിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോവും, പിന്നെ എല്ലാവരും പറയുമ്പോൾ ഉപവസിക്കും, വർഷാവസാനം 5 ദിവസം വേണമെങ്കിൽ ഒന്ന് ഉപദേശിച്ചിട്ടാണെങ്കിൽ ജനുവരിക്ക് 31-ന് ഒരു സാക്ഷ്യവും പറഞ്ഞ് മിനിമൽ അജണ്ടയായിട്ട്. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, നാം നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിന്റെ വകയായി തീരുക, ദൈവമഹത്വത്തിന്റെ മാനപാത്രങ്ങളായി തീരുക എന്നുള്ളത് ഒരു ഓപ്ഷണൽ എക്സ്ട്രാ അല്ല. ദൈവം നമ്മളെ വിളിച്ചതുപോലെ, ദൈവം നമ്മളെ നീതീകരിച്ചപ്പോൾ ദൈവത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നത് ദൈവത്തിന് പ്രയോജനപ്പെടുന്ന മാനപാത്രങ്ങളായിട്ട് നാം നിലനിൽക്കണം, ആ നിലയിൽ നാം വളരണം. ഇതാ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെ ഇങ്ങനെയാക്കാൻ ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ല കേട്ടോ. നമ്മുടെ ബലഹീനത നിമിത്തം. അതുകൊണ്ട് ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ ദൈവം തന്നെ ചെയ്ത്
അതെങ്ങനെയാ? തന്റെ പുത്രനെ തന്നു, രണ്ടാമത് തന്റെ പരിശുദ്ധാത്മാവിനെ എൻ്റെ ഉള്ളിലാക്കി. ഹല്ലേലൂയ. ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഈ 4-ാമത്തെ വാക്യത്തിൽ ജഡത്തെയല്ല ആത്മാവിനെ, ജഡം ആത്മാവ്, ഈ വാക്യം നമ്മൾ ഈ 2 വാക്യം ഒന്ന് ചിന്തിച്ച് നമുക്ക് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. കാരണം ഇത് തുടർന്ന് പഠിക്കുവാനായിട്ട് അടുത്ത ആഴ്ച നമുക്കത് വളരെ പ്രയോജനപ്പെടും. ജഡം ആത്മാവ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ഈ 17 വാക്യങ്ങളിൽ ആത്മാവ് എന്ന് പറയുന്നത് 16-ാമത്തെ വാക്യം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ജഡം? എന്താണ് ജഡം? മലയാളത്തിൽ നാം അർത്ഥമാക്കുന്നത് ഫ്ലഷ് ആൻഡ് ബ്ലഡ്, അല്ലെ? ഫ്ലഷ് ആൻഡ് ബ്ലഡ്, അതാണ് ജഡം എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ എന്റെ പ്രിയരെ, ഇതിന്റെ മൂലഭാഷയായ ഗ്രീക്കിൽ ഇതിനെല്ലാം വ്യത്യസ്ത വാക്കുകളാണ്. ഗ്രീക്ക് ലാംഗ്വേജ് വളരെ പദസമ്പത്തുള്ള ലാംഗ്വേജാണ്. പദസമ്പത്തുള്ള ലാംഗ്വേജാണ്. ഒരുപാട് വാക്കുകൾ, പദങ്ങളുള്ള ലാംഗ്വേജാണ്. അതില് അങ്ങനെ പദസമ്പത്തുള്ള ലാംഗ്വേജിൽ പല ഒരു വാക്ക് തന്നെ ഒരു കാര്യം പറയാനായിട്ട് ഉപയോഗിക്കുക. അത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നില്ല. പക്ഷെ ചില ഭാഷകളില് പദസമ്പത്ത് കുറവാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാല്, മലയാളത്തില് നമ്മൾ ഈ ലോകമെന്ന് ബൈബിളിൽ വായിക്കുന്നുണ്ട്. ദൈവം തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആ ലോകത്തിന്റെ അർത്ഥം എന്താ? ഈ കോസ്മോസ് ആണോ? അല്ല, മനുഷ്യരെന്ന അർത്ഥം, അല്ലെ? മനുഷ്യനെ സ്നേഹിച്ചു, ലോകത്തെ സ്നേഹിച്ചു. നിങ്ങൾ ലോകമോഹങ്ങളിൽ പെട്ടുപോകരുതെന്ന് പറയുമ്പോൾ തന്നെ എന്നാ പറയുന്നത്? അവിടെ എന്താ ലോകം? ഈ വേൾഡ്, ലോകത്തിന്റെ വ്യവസ്ഥകൾ, അതിൽ പെട്ടുപോകരുത്. ദൈവം ലോകത്തെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അവിടുത്തെ ലോകത്തിന്റെ അർത്ഥം എന്താ? ഈ കോസ്മോസ്. ലോകം എന്ന ഒറ്റ വാക്കിന് പല അർത്ഥങ്ങൾ, സാഹചര്യങ്ങൾ അനുസരിച്ച് അർത്ഥ വ്യത്യാസം വരും. കാരണം മലയാളത്തിന്റെ പദസമ്പത്ത് അത്രയും കുറവാണ്. പക്ഷെ ഗ്രീക്കിൽ അങ്ങനെയല്ല, അത് നല്ല പദസമ്പത്തുള്ള ഒരു ലാംഗ്വേജാണ്. അപ്പൊ ഇവിടെ ജഡം എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്താണ് ഇവിടെ ഈ ജഡം എന്നതുകൊണ്ട് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത്. ഇതൊന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 16 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അല്പം നിർത്തി ഒന്ന് വായിച്ചാൽ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതൊന്ന് അല്പം ഒന്ന് മനസ്സിലാവും. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 16 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. ഒരു മിനിറ്റ്, ഞാൻ അൺമ്യൂട്ട് ചെയ്യണ്ട, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ കണ്ടോ, ആത്മാവ്, ജഡം, രണ്ടും കണ്ടോ? ഗലാത്യ ലേഖനത്തിൽ പറയുകയാണ് ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. സിസ്റ്റർ തുടർന്ന് വായിച്ചോളൂ. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്പക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുമ്പ് കൂട്ടി പറയുന്നു. ആത്മാവിന്റെ ഫലമോ സ്നേഹം. മതി സിസ്റ്റർ, സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ. ഇവിടെ ഈ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിന് വിരോധം. there is a friction or there is a tension between flesh and Holy Spirit. എപ്പോഴും ഇത് രണ്ടും തമ്മിൽ ഒരു ടെൻഷൻ ഉണ്ട്. ജഡം, ആത്മാവ്.
എന്നിട്ട് 19-ാമത്തെ വാക്യത്തിൽ പറയുക ജഡത്തിന്റെ പ്രവർത്തികളോ, എന്നിട്ട് ഒരു ലിസ്റ്റ് പറഞ്ഞിരിക്കുക. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം. നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് ആർക്കെഴുതുന്ന ലേഖനമാ? ഗലാത്തി ലേഖനം ഗലാത്തിയിലെ വിശുദ്ധന്മാർക്ക് എഴുതുന്ന ലേഖനമാ. രക്ഷിക്കപ്പെട്ട് ദൈവസഭയോട് ചേർന്ന് ദൈവസഭയിൽ കൂടി വന്ന് ഒന്നിച്ച് അപ്പം നുറുക്കി പോരുന്ന വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുകയാണ്. ഹല്ലേലൂയ. സി, ജഡത്തിന്റെ പ്രവർത്തികളോ. എന്നിട്ട് അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ പറയുക ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഇവിടെ നിങ്ങളൊരു വാക്കുണ്ട്, ക്രൂശിച്ചിരിക്കുന്നു. ഈ ക്രൂശീകരണം എൻ്റെ പ്രിയരെ കർത്താവിന്റെ കാൽവരി ക്രൂശ് മരണത്തെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. ഇത് ഞാൻ ദൈനംദിന ജീവിതത്തിൽ ചെയ്യേണ്ട ക്രൂശീകരണത്തെ കുറിച്ചാണ്. ഞാൻ എവ്രിഡേ ലൈഫിൽ ചെയ്യേണ്ട ക്രൂശീകരണത്തെ കുറിച്ചാണ്. ഈ ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു. അതെന്നും ഞാൻ ചെയ്യേണ്ട ക്രൂശീകരണമാണ്. അപ്പോ ജഡത്തിന്റെ മോഹം, ഇവിടെ എന്താ ഈ ജഡം? ഞാനൊരു ഉദാഹരണത്തോടു കൂടി പറഞ്ഞാല്, മദ്യപിക്കുന്ന ഒരു വ്യക്തി, മദ്യപാനം ശരീരത്തിന് നല്ലതല്ല. ഞാൻ ഇത് ചിന്തിച്ചോണ്ട് ഇങ്ങനെ കുറിച്ച് വെച്ചോണ്ടിരുന്നപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വർക്ക് ചെയ്തിരുന്ന എൻ്റെ സ്കൂളില് ഒരു ദിവസം ഇങ്ങനെ ഒരു ന്യൂസ് വന്നു. അവിടുത്തെ ഞങ്ങൾ താമസിക്കുന്ന ഹോസ്റ്റലിന്റെ അപ്പുറത്തെ ഒരു വില്ലയിലായി പുള്ളി താമസിക്കുന്നത്. ഡ്രൈവേഴ്സാണ്, ബസ് ഡ്രൈവേഴ്സ്. അവരെല്ലാരും ഒന്നിച്ച് താമസിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞ കുറെ പേര് ചെന്നു. ഡ്രൈവേഴ്സ് എല്ലാം അന്ന് ലേറ്റ് ആയി വരാനായിട്ട്, ബസ്സിന്റെ ടൈമിങ് മാറി. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇതിൽ ഒരു ഡ്രൈവർ, അയാളൊരു മദ്യപാനിയാണ്. ഖത്തറിൽ എനിക്ക് തോന്നുന്നത് മദ്യം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഒരു ഡ്രൈവറിന് മദ്യം എത്രത്തോളം മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ടായിരിക്കാം ഈ പുള്ളി ബാത്റൂം കഴുകാൻ ഉപയോഗിക്കുന്ന യൂഡിക്ലോൺ പോലത്തെ ഒരു സാധനം എടുത്ത് കുടിച്ചു. എമർജൻസിയിൽ പുള്ളി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എങ്ങനെയോ, ബൈ ഗാഡ്സ് ഗ്രേസ്, എങ്ങനെയോ ആ പുള്ളി രക്ഷപ്പെട്ടു. പുള്ളി നാട്ടിട്ടു. അപ്പൊ ഞാൻ ചിന്തിക്കുക, ഇത് ശരീരത്തിന് കൊള്ളാവുന്നതല്ല എന്ന് എനിക്കറിയാം. ഇതിനൊരു ഗുണവും എന്റെ ശരീരത്തിന് ചെയ്യത്തില്ല, ദോഷം മാത്രമേ ചെയ്തുള്ളൂ. ഇത് അറിഞ്ഞുകൊണ്ടാണ് ഇവർ കുടിക്കുന്നത്, അല്ലെ? കാരണം ഇത് കുടിക്കുമ്പോൾ ഇവർക്ക് എന്തോ ഒരു സംതൃപ്തി, എന്തോ ഒരു അനുഭൂതി, എന്തോ ഒരു സന്തോഷം ഇവർക്കുണ്ടാവുന്നു. ആ പ്രത്യേക സംതൃപ്തി, അനുഭൂതി, സന്തോഷം ലഭിക്കാനായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഘടകമാണ് ജഡം. ഏത് ഘടകമാണോ എൻ്റെ ഉള്ളിൽ ഇത് ഉപയോഗിക്കുമ്പോൾ എനിക്ക് സംതൃപ്തിയും അനുഭൂതിയും സന്തോഷവും ഒക്കെ തരുന്നത്, അതിനെയാ ജഡം എന്ന വാക്കുകൊണ്ട് അപ്പോസ്തലൻ ഇവിടെ അനുമാനിക്കുന്നത്. ഞാൻ വേറൊരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ അല്പം കൂടെ. ഇപ്പൊ ഇതിനകത്ത് ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം. ഈ ക്രോധം, കോപം അല്ലെങ്കിൽ കോപം. ഈ കോപം പ്രകടിപ്പിക്കുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യം പ്രകടിപ്പിക്കുമ്പോൾ അത് പ്രകടിപ്പിച്ച് കഴിയുമ്പോൾ ഒരു നല്ല സുഖമുണ്ട്. എന്നാൽ ഈ കോപത്തെ ഒന്ന് അടക്കിയിരിക്കുമ്പോഴോ അത്ര സുഖമില്ല. ഞാനത് ഈ ജഡം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പറഞ്ഞിരുന്നു. പക്ഷെ ഉരുളക്കുപ്പേരി പോലെ തിരിച്ച് മറുപടി പറഞ്ഞു കഴിയുമ്പോൾ ഒരു പ്രത്യേക സുഖമൊക്കെ ഇല്ലേ എൻ്റെ പ്രിയ? ഈ സുഖം ഉണ്ടാക്കാൻ നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കുന്ന ആ ഘടകമാ ഈ ജഡം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു വാക്കി പറഞ്ഞാൽ സിൻ ഡോമിനേറ്റഡ് സെൽഫ് സെന്റേർഡ്നെസ്. ഞാൻ, എനിക്ക്, എന്റേത് മാത്രം, ഇതെല്ലാം ചേർത്ത് വേണമെങ്കിൽ നമുക്ക് ജഡമെന്ന് പറയാം. A sin dominated self-centeredness. Hallelujah. Hallelujah. അതിനാ ജഡമെന്ന് പറയുന്നത്. അപ്പൊ അപ്പോസ്തലൻ പറയുക, നിങ്ങൾ ഈ ജഡത്തെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ, ആത്മാവിനെയല്ല, ഈ അഭിലാഷങ്ങളെ, ഈ ഘടകത്തെ അനുസരിച്ചാണ് നടക്കുന്നതെങ്കിൽ നിങ്ങൾ ക്രിസ്തുയേശുവിനുള്ളവരല്ല.
ഹല്ലേലൂയ. നമ്മള് ഈ 5-ാമത്തെ വാക്യം മുതൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആദ്യത്തെ 4 വാക്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് അത് വളരെ, ഞാൻ പറഞ്ഞല്ലോ, സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള, പക്ഷേ നമുക്ക് അതിൽ അല്പം കൂടെ ആഴത്തിൽ ചിന്തിക്കാനുള്ളത് 5 മുതലുള്ള വാക്യങ്ങളാണ്. അതിന്റെ ഒരു കണക്ഷനാണ് 4-ാമത്തെ വാക്യത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എന്താണ് ആത്മാവ്, എന്താണ് ജഡം? ഹല്ലേലൂയ. പക്ഷെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് അടുത്ത ആഴ്ച ആഗ്രഹിക്കുന്നത്. അത് 8 മുതലല്ല, അതിന്റെ 13 വരെയുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും, ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവർ, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവർ. പക്ഷെ നമ്മൾ ആ 13 വരെയുള്ള വാക്യങ്ങൾ ചേർത്ത് നോക്കുവാണെങ്കിൽ രക്ഷിക്കപ്പെട്ടവർ, രക്ഷിക്കപ്പെടാത്തവർ എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. രക്ഷിക്കപ്പെട്ടവർക്കും രക്ഷിക്കപ്പെടാത്തവർ. കാരണം എന്താണെന്നറിയാം അവരെ? ഈ രക്ഷിക്കപ്പെട്ടവർക്കും രക്ഷിക്കപ്പെടാത്തവരെ പോലെ ജീവിക്കാൻ സാധിക്കുവേ? ഇല്ലേ? പറ്റും. രക്ഷിക്കപ്പെട്ടവർക്കും രക്ഷിക്കപ്പെടാത്തവരെയൊക്കെ പോലെ ജീവിക്കാം. അപ്പോസ്തലൻ കൊറിന്ത്യർക്ക് സഭയിൽ എഴുതുമ്പോൾ തന്നെ അവരെ കൊറിന്ത്യയിലെ വിശുദ്ധരെ എന്ന് വിളിക്കുന്നത്, രക്ഷിക്കപ്പെട്ടവരുണ്ടാവും വിശുദ്ധരെ വിളിക്കുന്നത്. പക്ഷെ അവർ ജീവിക്കുന്നത് എങ്ങനെയാ? കൊരിന്ത്യ സഭയെ കുറിച്ച് നമുക്ക് അറിയാവുന്നല്ലേ? രക്ഷിക്കപ്പെടാത്ത ശേഷം മനുഷ്യരെ പോലെ ജീവിക്കുന്നവരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ പ്രിയ, രക്ഷിക്കപ്പെട്ടവർക്കും ശേഷം മനുഷ്യനെ പോലെ ജീവിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടും രക്ഷിക്കപ്പെട്ടവരോട് തന്നെയാണ് ബാക്കിയുള്ള വേദഭാഗങ്ങൾ അഡ്രസ് ചെയ്യുന്നത്. ഇനി വരുന്നതെല്ലാം, ഈ റോമാലേഖനത്തിൽ ആട്ട് വരുന്ന ആ അധ്യായങ്ങളെല്ലാം രക്ഷിക്കപ്പെട്ടവരോടാണ് പറയുന്നത്. അത് മാത്രമല്ല, നമ്മളിപ്പോ ഗലാത്യ ലേഖനം വായിച്ചപ്പോൾ മനസ്സിലായില്ലേ, അത് രക്ഷിക്കപ്പെട്ടവരോടല്ലേ, അവരോടല്ലേ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ജഡത്തിന്റെ പ്രവർത്തികളോ എന്ന് പറഞ്ഞ് ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുക. നിങ്ങൾ ഇങ്ങനെ ആവരുത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമുക്കിത് രക്ഷിക്കപ്പെട്ടവർ, രക്ഷിക്കപ്പെടാത്തവർ എന്നുള്ളതിനേക്കാൾ അല്പം അങ്ങനെ അല്പം കൂടെ ഒന്ന് പേഴ്സണലൈസ് ചെയ്തിട്ട് ജഡത്തെ അനുസരിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുക. ഹല്ലേലൂയ. ആ നിലയിൽ നമുക്ക് ഈ ഭാഗം ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കുവാനായിട്ട് ആഗ്രഹിക്കുക. പക്ഷെ നമുക്കത് അടുത്ത ആഴ്ചയിൽ തുടർന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുക. 2 കാര്യങ്ങൾ, 2 ചിന്താഗതികളെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ ലേഖനം, ആ വാക്യം നമുക്ക് വായിച്ച് അവസാനിപ്പിക്കും. 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ 3-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് വായിച്ചാൽ, 1 കൊരിന്ത്യർ ലേഖനം 3-ന്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഹല്ലേലൂയ, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? രക്ഷിക്കപ്പെട്ടവരാ, പക്ഷെ ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കുക? രക്ഷിക്കപ്പെടാത്തവരെ പോലെ, ശേഷം മനുഷ്യരെ പോലെ, ലോകക്കാരെ പോലെ അല്ലയോ? കാരണം ഇവിടെ 2 മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ജഡിക മനുഷ്യർ, ജഡത്തിനനുസരിച്ച് ജീവിക്കുന്നവർ. രണ്ടാമത് ആത്മാവിനനുസരിച്ച് ജീവിക്കുന്നവർ. എന്റെ പ്രിയ, നമ്മൾ ഇന്ന് ഈ കൂട്ടായ്മ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ, നമ്മൾ അടുത്ത ആഴ്ച നമ്മൾ കടന്നു വരുമ്പോൾ ഈ 8-ാമത്തെ അധ്യായം, പ്രത്യേകിച്ച് അതിന്റെ ആദ്യത്തെ 17 വാക്യങ്ങളൊന്ന് വായിച്ചാണ് നമ്മൾ ഈ രണ്ട് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരെ കുറിച്ചൊന്ന് കാണുവാനായിട്ട് ആഗ്രഹിക്കുക. ജഡപ്രകാരം ജീവിക്കുന്നവർ, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവർ. രണ്ടും 2 രീതിയിലുള്ളവരാണ് എൻ്റെ പ്രിയരെ. എന്താണ് ജഡമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. ഹല്ലേലൂയ. ആ സിൻ ഡോമിനേറ്റഡ് ആയിട്ടുള്ള സെൽഫ് സെന്റേർഡ്നെസ്, എനിക്ക് എന്റേത് മാത്രം. ഹല്ലേലൂയ. ആ ആ ആ ജഡത്തെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള ആ ജീവിതം, അതോ ആത്മാവിനെ അനുസരിച്ചു? ഞാൻ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തില്? ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന്റെ കൃപ എനിക്ക് ലഭിച്ചു. എന്നെ ദൈവം ആ വലിയ പദവിയിലേക്ക് കൊണ്ടുവന്നു. ദൈവം മകനാകാനായിട്ട്, ദൈവം മകളാകാൻ ദൈവം എനിക്ക് കൃപ തന്നു. പക്ഷെ ഞാൻ ഇപ്പോൾ എവിടെയാണ്? ഇനി കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ചർച്ച് സഭയിൽ സൂചിപ്പിച്ചതുപോലെ, എൻ്റെ പ്രിയരെ, ക്രിസ്തുയേശുവിൽ നാം വളരുന്നില്ല എങ്കിൽ നാം തളർന്നുകൊണ്ടിരിക്കുകയാട്ടോ. ഈ തളർന്നവനെയാ പിന്മാറ്റക്കാരൻ എന്ന് വിളിക്കുന്നത്. ചർച്ച് വിട്ട്, സഭയും വിട്ട് തോന്നി വഴിക്ക് വടക്ക് നടക്കുന്നവൻ പിന്മാറ്റക്കാരനല്ല. അവനല്ല പിന്മാറ്റക്കാരൻ. രക്ഷിക്കപ്പെട്ട് സഭയിലിരിക്കുക, പക്ഷെ വളരുന്നില്ല. വളരാത്തവൻ പിന്മാറ്റക്കാരനാണ്.
എൻ്റെ പ്രിയരെ, കുറെ നാളൊക്കെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു, ഞങ്ങൾ ഏകദേശമൊക്കെ ഒരു ലെവലൊക്കെ എത്തി, ഇനി ഇവിടെ ഇങ്ങനെ നിന്നാൽ മതി. അവിടെ അങ്ങനെ ഒരു അവസ്ഥയില്ല, സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയില്ല. ഒന്നുകിൽ വളരുക അല്ലെങ്കിൽ തളരുക. ഹല്ലേലൂയ. ആത്മാവിനനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുക. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനായിട്ട് ദൈവം നമ്മളെ ബലപ്പെടുത്തിട്ട് ഈ രണ്ട് മൈൻഡ് സെറ്റുകളെ കുറിച്ച് നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. ദൈവം അതിനായിട്ടുള്ള കൃപ നമുക്ക് തരട്ടെ.